മോളെ, വിടരുത് അവളെ. പോലീസിൽ ഏൽപ്പിക്കണം അവളെ. എന്നെ കുരുക്കാനായോ അവളിത് ചെയ്ത്? പക്ഷെ എന്റെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ജലി കാരണോ എന്റെ അമ്മ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത്. അവളെ ഞാൻ വെറുതെ വിടില്ല. അവള് ചെയ്ത കുറ്റം ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അവൾക്ക് തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. എങ്ങനെ നീങ്ങണമെന്ന് ആലോചിക്കണം. ഇന്ന് തന്നെ ഞാൻ അവളെ കാണുന്നുണ്ട്. വിടില്ല ഞാൻ അവളെ. നീ വീണ്ടും വന്നോ? ഇനി ഈ വീടിന്റെ പടി ചവിട്ടി പോരുതെന്ന് നിന്നോട് പറഞ്ഞല്ലേടി. ഈ വീട്ടുകാർക്കാർക്ക് നിന്നെ കാണണ്ട. ഒരു സഹായം നിനക്ക് കിട്ടാനും പോകുന്നില്ല. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. നിങ്ങളുടെ ആരുടെയും സഹായത്തിനായി വന്നതല്ല ഞാൻ. എനിക്ക് അഞ്ജലി ഒന്ന് കാണണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ നീ അവളെ കാണുന്നത്? അത് അവളോട് പറയാം. അഞ്ജലിയോട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം. അഞ്ജലി ഇവിടെ ഇല്ല. അവൾ അവളുടെ വീട്ടിലോട്ട് പോയി. അതിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. അവളിവിടെ തന്നെയുണ്ട്. വിളിക്കവളെ. ഞാൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. ആഹാ, നീ ആരടി, പോലീസോ? എന്തിനാ നിന്നിൽ നിന്ന് അവളെ ഒളിപ്പിച്ച് നിർത്തുന്നത്? അവൾ അവളുടെ വീട്ടിലോട്ട് പോയി. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ അങ്ങനെയാ. രാത്രിയിലേ ഇതുപോലെ കറങ്ങി നടക്കാറില്ല. രാത്രി പുറത്തിറങ്ങി നടന്നു എന്ന് കരുതി കുടുംബത്തിൽ പറക്കാത്തവളാവോ? രാത്രി പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഒരു പെണ്ണും ചീത്തയാവില്ല. പിന്നെ ആരാണ് ചീത്ത ആരാണ് നല്ലവരെന്നൊക്കെ അനുപമ ടീച്ചർക്ക് മനസ്സിലാവും. അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട. പ്രസംഗിക്കാതെ വീട്ടിൽ പോവാൻ നോക്കടി. എന്റെ വീട്ടിലേക്കല്ല, ഞാൻ അഞ്ജലിയുടെ വീട്ടിലേക്കാ പോകുന്നത്. എത്ര രാത്രിയായാലും ഞാൻ ഇന്നവളെ കണ്ടിരിക്കും. എന്തിനാ അവൾ അഞ്ജലിയെ കാണുന്നത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇവളെന്താ ഫോൺ എടുക്കാത്തത്? ഒറ്റയ്ക്കിരുന്ന് മടുത്തോ? ഈ വീട്ടിൽ നിന്റെ മണമുള്ളപ്പോ എങ്ങനെ മടുക്കാനാണ്? ആരായിരുന്നു ഫോണില്? കുറെ സമയം സംസാരിക്കുന്നു. അമ്മയായിരുന്നു. ഞാൻ കരുതി റോഷനായിരിക്കുമെന്ന്. അങ്ങോട്ട് വിളിച്ച ഫോൺ എടുക്കാത്ത ആളാ ഇങ്ങോട്ട് വിളിക്കുന്നത്. നീ റോഷനെ സ്നേഹിക്കുന്നുണ്ടോ അഞ്ജലി? ഈ കിടക്കുന്ന ആളെന്റെ മനസ്സിൽ പറ്റിപ്പിടിച്ച് കിടക്കല്ലേ, പിന്നെങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കുന്ന? എന്റെ അറിവോടുകൂടി നീ കളിക്കുന്ന ഒരു നാടകമാണ് നിങ്ങളുടെ വിവാഹം. അത് മറക്കരുത്. അഭിനയം മാത്രം മതി. ഈ കളിക്കിടെ റോഷനോട് അറിയാതെ സ്നേഹം തോന്നിയാൽ മതി മതി, എന്നെ വിശ്വാസമില്ലേ?
വിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ, അത് മറക്കരുത്. റോഷന്റെ എന്റെയും വിവാഹം നടക്കേണ്ടത് നമ്മുടെ ആവശ്യം. അതിന് പിന്നിലെ ലക്ഷ്യം നമുക്ക് മാത്രം അറിയാവുന്നതാ. ഈ ലക്ഷ്യം മറന്ന് ഒരു കളിയുമില്ല. റോഷൻ എന്റെ കഴുത്തിൽ താലി കെട്ടും, അയാൾ എന്റെ ഭർത്താവാകും. പക്ഷേ എന്റെ ശരീരവും മനസ്സും എന്നും പ്രേമിനൊപ്പമായിരിക്കും. ഓ, നിന്റെ അമ്മയെ എനിക്ക് പേടി. ഞാൻ നിന്റെ കഴുത്തിൽ കിട്ടിയ താലി പൊട്ടിച്ചെറിയാൻ പറഞ്ഞത് നിന്റെ അമ്മയാ. ഏറെ നാൾ നമ്മൾ അകന്നിരിക്കാൻ കാരണം നിന്റെ അമ്മയാ. അതൊക്കെ വിട്, നമ്മുടെ മനസ്സകുന്നില്ലല്ലോ. നമ്മൾ വീണ്ടും ഒന്നായില്ലേ? നമ്മുടെ ഈ കൂടിച്ചേരലിനെ കുറിച്ച് അമ്മ അറിയോ? അറിയാം, അത് വേണ്ടെന്നമ്മ പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞ അനുസരിക്കുന്നവളല്ലേ ഈ മകളെന്ന് താങ്കൾക്കറിയില്ലേ? പിന്നെ എന്റെ യാത്രയിൽ അമ്മ അധികമൊന്നും തടസ്സം നിൽക്കാറില്ല. എന്നെ അറിയാം അമ്മയ്ക്ക്, അതുകൊണ്ട് തന്നെ അധികം ഒന്നും പറയാറില്ല. നമ്മുടെ പ്ലാൻ നടക്കട്ടെ. വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ റോഷൻ ആവും. പിന്നെ നീ എന്റേത് മാത്രമായിരിക്കും. ഇപ്പോഴും അതെ. ആരാ അത്? അനുപമ ചേച്ചിയാ. വാ. നീ അതൊന്ന് സൈലന്റ് വെക്ക്. നല്ല ക്ഷീണമുണ്ടല്ലോ കലാവതിക്ക്. ഓ, അതൊന്നും സാരമില്ല. നാളെ ഉറക്കമുണരുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളൂ. ഡോക്ടർ പറഞ്ഞു മറക്കണ്ട, വിശ്രമം വേണം. വീടിനകത്ത് ഓടിക്കളിക്കാൻ നോക്കിയാ പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടിടും. അതൊന്നും വേണ്ട, ഞാൻ റെസ്റ്റ് എടുത്തോളാം. മുറി വിട്ട് പുറത്തിറങ്ങില്ല, പോരെ? മതി. എന്തു പറയുന്ന കീർത്തിയും സരസ്വതിയും? അവർക്ക് നമ്മളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. എന്നാലും നീ ഇങ്ങനെ പെരുമാറുന്നു കരുതിയില്ല കലാവതി. വളരെ മോശമായിപ്പോയി. എന്താ നിനക്ക് പറ്റിയത്? എന്താ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് കാരണം? എന്താച്ചാ? സരസ്വതിയും കീർത്തിയും തെറ്റിയില്ല എന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നീ പറഞ്ഞു അവരെ സഹായിക്കരുതെന്ന്. സരസ്വതി ജയിലിൽ കിടക്കുക. എന്തുകൊണ്ടാ മോളെ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാവുന്ന കലാവതി ഇത്രയ്ക്ക് ക്രൂരയല്ല. ഇനി അനുപമ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോ? അതാണോ നിനക്ക് മനമാറ്റം ഉണ്ടായത്? ഞാൻ അവരെ സഹായിക്കില്ലെന്ന് പറഞ്ഞെന്നോ? സഹായിക്കണമെന്ന് അനുപമയോട് പറഞ്ഞത്. എന്നാൽ അവള് മക്കളോട് പറഞ്ഞത് അങ്ങനെയല്ല. സഹായിക്കരുതെന്ന് അമ്മ പറഞ്ഞെന്നോ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ റോഷനും രാഹുലും അവരെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അപ്പോ സരസ്വതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയില്ലേ? ഇല്ല, അവര് ലോക്കപ്പിലാണുള്ളതെന്ന് അറിഞ്ഞു. കൂടുതൽ സംസാരിക്കണ്ട കലാവതി. എന്താ അനുപമേ ഞാൻ ഈ കേൾക്കുന്നത്? സരസ്വതിയെ പുറത്തിറക്കണമെന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. നീ പുറത്തിറക്കില്ലെന്ന് മാത്രമല്ല, സഹായിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എന്ന് നീ കള്ളവും പറഞ്ഞു. ഏടത്തി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഞാൻ കീർത്തിയുടെ അമ്മയെ പുറത്തിറക്കാന്ന് പറഞ്ഞത്. പുറത്തിറക്കിയ പോലീസ് അന്വേഷണം നടക്കില്ല. അന്വേഷണം അവിടെ അവസാനിക്കും. നമുക്ക് സത്യം അറിയണമല്ലോ. അതുകൊണ്ടാ ഞാൻ അവരെ പുറത്തിറക്കാതിരുന്നത്. കഷ്ടമായിപ്പോയി അനുപമേ. ആ പാവങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കരുതായിരുന്നു. കലാവതി, അതൊക്കെ അതിന്റെ വഴിക്ക് പോവും. കീർത്തി സരസ്വതിയെ പുറത്തിറക്കിക്കോളും. നീ അതോർത്ത് ടെൻഷൻ അടിക്കാതെ. കഷ്ടം. ഇതിന്റെ പേരിൽ ഏടത്തി എന്നോട് ദേഷ്യം തോന്നണ്ട. ഞാൻ ചെയ്തത് തന്നെയാ ശരി. അച്ഛാ, ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ മക്കളെ അറിയിക്കണ്ട. മക്കൾ കീർത്തിയും സരസ്വതിയും സഹായിച്ച അനുപമയ്ക്ക് അത് ഇഷ്ടമാവില്ല. അച്ഛൻ അറിയാവില്ല അവളുടെ സ്വഭാവം.
ഒക്കെ കീർത്തി തന്നെ കൈകാര്യം ചെയ്തോളൂ. അതാ നല്ലത്. വീട്ടില് ഇതിന്റെ പേരിൽ ഒരു പോര് വേണ്ട. തന്നോടും കൂടിയാ ഞാനിത് പറയുന്നത്. ഇനി അത് ഓർത്ത് ഉറക്കം കളയണ്ട. ആരോഗ്യം ശ്രദ്ധിക്കണം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. വിട്ടേക്ക് കലാവതി. അഞ്ജലി, തന്റെ അമ്മ വരൂ. പേടിക്കണ്ട, ആരും വരില്ല. ഞാൻ ഇന്ന് രാത്രി തന്നെ പോവും. ഞാൻ വിട്ടിട്ട് വേണ്ടേ? നാളെ മോർണിംഗ് പോയാ മതി. ഇന്നത്തെ രാത്രി നമ്മുടെ രാത്രി. ഞാൻ ഇന്ന് താങ്കളെ എങ്ങോട്ടും വിടില്ല. എന്തോ ശബ്ദം കേട്ടല്ലോ. തന്റെ അമ്മ വന്നു. ഏയ്, ശബ്ദം കേട്ടത് പുറത്തുനിന്നാ. നമുക്ക് പോയി നോക്കാം. ഇവിടെയെങ്ങും ആരും ഇല്ലല്ലോ. വല്ല പട്ടിയോ പൂച്ചോ ഓടിപ്പോയതായിരിക്കും. ഇവിടെ വേറെ ആരുമില്ല. താൻ വാ. സരസ്വതി എവിടെ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എവിടെ എന്റെ മോള്? ഞാൻ പോയത് അഞ്ജലിയെ തേടിയായിരുന്നു മുത്തശ്ശി. അതെനിക്കറിയാം. അവളെ കൊണ്ട് നീ സത്യം പറയിപ്പിക്കും, പോലീസിൽ ഏൽപ്പിക്കും. നിരപരാധിയാണെന്ന് തെളിയിച്ച് സരസ്വതിനെ ഇറക്കിക്കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. ഇത്ര നേരം നീ അഞ്ജലിയെ തേടി നടക്കുകയായിരുന്നോ? നീ നിന്റെ അമ്മയെ മറന്നോ? അമ്മയെ മറക്കാനോ? അഞ്ജലിയെ കൊണ്ട് സത്യം പറയിപ്പിക്കണം, പോലീസിൽ ഏൽപ്പിച്ച ശേഷം അമ്മയെ ഇറക്കണം. ഇത് തന്നെയായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല മുത്തശ്ശി. എന്തുകൊണ്ട്? ഈ രാത്രി പോലീസ് ലോക്കപ്പിൽ എന്റെ കുഞ്ഞ്. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്റെ ഭഗവാനെ. അഞ്ജലി അന്വേഷിച്ച് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. അവിടെ അവൾക്കൊപ്പം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ കണ്ടു.
അവര് തമ്മിൽ നല്ല ബന്ധമല്ല. അവൾ ഇത്രയും മോശക്കാരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവളെല്ലാരെയും ചതിക്കുക, റോഷൻ സാറിനെയും ചതിക്കുക. ചെരുപ്പ് ഊരി അവളുടെ ചെകിട്ടത്തടിക്കാമായിരുന്നില്ല നിനക്ക്? ഒളിച്ചു നിൽക്കായിരുന്നില്ല വേണ്ടത്. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചെരുപ്പൂരി അടിച്ചേനെ അവളെ. അടിച്ചിരുന്നെങ്കിൽ അബദ്ധമായേനെ. പാവ റോഷൻ സാറ്. ഈ വിവാഹം നടക്കരുത്. അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതൊക്കെ അവരുടെ കാര്യം. വിവാഹം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പൊ നിന്റെ അമ്മയെ രക്ഷിക്കാനാ നോക്കേണ്ടത്. അവളുടെ കൂടെ അയാളുണ്ടായിരുന്നു. എനിക്കവളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അവിടെ. അതുകൊണ്ടാ മാറി നിന്നത്, സംസാരിക്കാതെ മടങ്ങിയത്. വിഷം അടങ്ങിയ പാക്കറ്റ് കിട്ടി. പായസത്തിൽ വിഷം കലർത്തിയത് അവളാണെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ പോലീസിൽ നൽകാൻ വ്യക്തമായ തെളിവില്ല, സാക്ഷിയുമില്ല. ഈയൊരു പരാതിയുമായി ചെന്ന വാദി പ്രതിയാവും. വിഷം അടങ്ങിയ പാക്കറ്റ് കാണിച്ച് തന്ത്രപരമായി അവളെ ചോദ്യം ചെയ്യാനും സത്യം അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനും അത് ഫോണിൽ റെക്കോർഡ് ചെയ്യാനുമായിരുന്നു എന്റെ പ്ലാൻ. തെളിവില്ലാതെ രക്ഷയില്ല. അവൾക്കെതിരെ കൂടുതൽ തെളിവ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോ എന്റെ സരസ്വതി അടുത്തെങ്ങും പുറത്തിറക്കാൻ കഴിയില്ലേ? എന്റെ കുഞ്ഞ് ജയിലിൽ പോകേണ്ടി വരുമോ? സ്റ്റേഷൻ ജാമ്യം കിട്ടില്ലെന്ന് എസ് ഐ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും പ്രഗത്ഭനായ ഒരു വക്കീലുമായി ഞാൻ സംസാരിച്ചു. നാളെ അദ്ദേഹത്തോടൊപ്പം ഞാൻ സ്റ്റേഷനിൽ പോവും. അമ്മയെ ജാമ്യത്തിലെടുക്കാൻ കഴിയുന്ന പ്രതീക്ഷ. ഈ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്റെ മോൾ അവിടെ. എനിക്ക് ഉറങ്ങാൻ കഴിയുമോ മുത്തശ്ശി? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ തൽക്കാലം അഞ്ജലിയുടെ പുറകെ പോകണ്ടായിരുന്നു. വക്കീലുമായി ചെന്ന് എന്റെ മോളെ പുറത്തിറക്കണമായിരുന്നു. അഞ്ജലി വെച്ച് തന്നെ അമ്മയെ പുറത്തിറക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ. നാളെ എന്റെ മോൾ ഈ വീട്ടിലെത്തിയിരിക്കണം. നിന്നെ ചതിക്കാൻ നോക്കിയത് അഞ്ജലി. എന്റെ മകളതിന് ബലിയാടായി. നിങ്ങൾ തമ്മിലുള്ള പക കാരണമാ എന്റെ മകള് ലോക്കപ്പിൽ കിടക്കുന്നത്. അത് നിനക്ക് ഓർമ്മ വേണം. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമില്ലെന്നാണോ മുത്തശ്ശി കരുതുന്നത്? എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ അമ്മയെ ഞാൻ മുത്തശ്ശിക്ക് മുന്നിലെത്തിക്കും. സാർ തന്നെയാണോ ഈ പറയുന്നത്? സാറെങ്കിലും എന്റെ കൂടെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിലായിരുന്നു ഇതുവരെ കഴിഞ്ഞത്. ബുദ്ധിമുട്ടാണെങ്കിൽ സഹായിക്കണ്ട. ഞാൻ കാരണം സാറിനൊരു പ്രശ്നം ഉണ്ടാവരുത്. ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. എന്താടാ ഇത്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ഒരു 2 ദിവസം ആളുകൾ പറഞ്ഞു നടക്കും റോഷന്റെ വിവാഹ നിശ്ചയം കുളവായിന്ന്. പിന്നെ അതങ്ങ് മറക്കും. എന്റെ സങ്കടം അതല്ല അച്ഛാ. കീർത്തിയെ സഹായിക്കാത്തതില് കുറ്റബോധമുണ്ട് എനിക്ക്. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ആ മുഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അച്ഛാ. ഞാൻ അവളെ സഹായിച്ചില്ല. വലിയ തെറ്റാ ഞാൻ അവളോട് ചെയ്തേ. വിട്ടേക്കടാ, നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. നീ ഇങ്ങനെ കീർത്തിയുടെ കാര്യം മാത്രം ആലോചിച്ചിരിക്കരുത്. നിന്റെ പെരുമാറ്റം കാണുമ്പോ അഞ്ജലിക്ക് എന്തു തോന്നും? അവൾക്ക് നിങ്ങളെ സംശയമുള്ള കാര്യം മറക്കണ്ട. എനിക്കും വിഷമമുണ്ട് അവരുടെ കാര്യം ഓർക്കുമ്പോൾ. പക്ഷെ നമുക്ക് കുടുംബമാണ് വലുത്. സഹായിച്ചാൽ അത് അനുപമയ്ക്ക് വിഷമമാവും. അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പുകലെന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതിലൊന്നും ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഇടപെട്ട കുടുംബത്തിന്റെ സ്വസ്ഥത പോവും. കീർത്തി എന്നെ കുറിച്ച് എന്ത് കരുതി കാണും? സഹായിക്കുന്നില്ല എങ്കിലും എനിക്ക് അവളുടെ അമ്മയൊന്ന് കാണണം. നാളെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാം. അത് വേണോ മോനെ?
അനുപമ എങ്ങാനും അറിഞ്ഞാ? ആരും അറിയാനൊന്നും പോകുന്നില്ല. എനിക്കവരെ കാണണം. എന്റെ നിസ്സഹായാവസ്ഥ പറയണം. ഒന്ന് കാണുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ അച്ഛാ? ഇവൻ സരസ്വതിയെ പുറത്തിറക്കുവോ? സംശയമുണ്ട്. ഹലോ കീർത്തി, സരസ്വതി ആന്റി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയ ആന്റി വീട്ടിലെത്തിയ? ഇല്ല, എനിക്കതിന് കഴിഞ്ഞില്ല രാഹുൽ. ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ വിളിച്ചത്. എന്താ കീർത്തി? എല്ലാം ചെയ്തത് അഞ്ജലിയാ. ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് അവളാ. എന്റെ അമ്മ ലോക്കപ്പിലായതിനും കലാവതി എന്റെയും മറ്റ് അതിഥികളും ഒക്കെ ഹോസ്പിറ്റലായതിനും കാരണക്കാരി അഞ്ജലിയാ. അഞ്ജലിയോ? താൻ എന്തൊക്കെയാ പറയുന്നത്? എന്റെയും റോഷൻ സാറിന്റെയും ബന്ധത്തിൽ അവൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. എന്നോട് അവൾക്ക് അസൂയയും ദേഷ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനും എല്ലാവർക്കും മുന്നിൽ എന്നെ തരം താഴ്ത്താനും ജയിലിലടയ്ക്കാനുമാ അവൾ ഇത് ചെയ്തത്. അഞ്ജലി ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. ഭക്ഷണം സൂക്ഷിച്ച കലവറയിൽ നിന്നും വിഷം അടങ്ങിയ ഒരു പാക്കറ്റ് കിട്ടിയിരുന്നു. അഞ്ജലി കലവറയിൽ വന്നിരുന്നു. അവളെ പാചകക്കാര് കണ്ടിരുന്നു. തനിക്കെതിരെ ഇതേ ആരോപണം അനുപമ ഇളയമ്മ പറഞ്ഞിരുന്നു. പക്ഷെ പോലീസ് കേസെടുത്തില്ല, തന്നെ ഒഴിവാക്കി. എന്താ കാരണം? തെളിവില്ല. തന്റെ ഈ ആരോപണം ആരും മുഖവിലേക്ക് എടുക്കില്ല. തെളിവില്ലാത്ത തന്നെ കാരണം. അഞ്ജലിയുടെ എൻഗേജ്മെന്റ് അവള് തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ആരും വിശ്വസിക്കില്ല. അവള് തന്നെയാ ഇത് ചെയ്തത്, ഉറപ്പാ. എന്നാ തെളിവുണ്ടാക്ക്, അവളെ പോലീസിലേൽപ്പിക്കേ. അവളെ കാണാനും സംസാരിക്കാനുമായിട്ട് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നതാ. പക്ഷെ അവിടെ കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു. അതിന്റെ ഷോക്കില്ല ഞാനിപ്പോ. വീട്ടിൽ അവളുടെ കൂടെ അവളുടെ ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു. സംശയകരമായ സാഹചര്യത്തിലാ ഞാൻ അവളെ കണ്ടത്. അവൾക്കൊരു അഫയർ ഉണ്ട് രാഹുൽ. ചതിക്കുകയാണ് അവൾ എല്ലാവരെയും. തനിക്കെന്താ വട്ടുപിടിച്ചോ? അങ്ങനെ ഒരാളാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കോ? അതവളുടെ ബന്ധുവോ സുഹൃത്തും അല്ലായിരിക്കും. ഹേയ്, അത് നല്ല ബന്ധമല്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും രാഹുൽ. റോഷൻ സാറിനെ ചതിക്കുകയാണ് അവള്. ഈ വിവാഹം നടക്കരുത്.